ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിൻ്റെ ഭാഗമായി ഇസ്രയേലിൽ നിന്നുള്ള മൂന്നാമത്തെ സംഘം വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. IAF-C-17 വിമാനത്തിലാണ് ഇന്ത്യക്കാരെ എത്തിച്ചത്. നേരത്തെ ഇന്ത്യയിൽ എത്തിയ സംഘത്തിൽ കൊല്ലം കൊട്ടാരക്കര സ്വദേശി ശ്രീലക്ഷ്മി തുളസീധരൻ ഉൾപ്പെടെ 2 മലയാളികളും ദില്ലിയിൽ എത്തിയിരുന്നു. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഏറ്റവും അപ്ഡേറ്റ്? ജിംഷാദ്, ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധു നടപടിയിലൂടെ തന്നെ ഇന്ത്യക്കാരെ തിരിച്ച് എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്ന് ഇന്ന് 3 വിമാനങ്ങളാണ് എത്തിയിട്ടുള്ളത്. ഈ 3 വിമാനങ്ങളിലുമായി ആകെ മൊത്തം 31 മലയാളികൾ ദില്ലിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. രാവിലെ എത്തിയ വിമാനത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ കൊല്ലം കൊട്ടാരക്കര സ്വദേശി ശ്രീലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടുന്നത്. അതിനുശേഷം രണ്ടാമതും മൂന്നാമതും എത്തിയ വിമാനങ്ങൾ പാലം വിമാനത്താവളത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇതിൽ 12ഉം 18ഉമായി അങ്ങനെ മൊത്തം 31 മലയാളികളാണ് ഉൾപ്പെടുന്നത്. ഇതോടെ തന്നെ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ച ആളുകളുടെ എണ്ണം, ഇന്ത്യക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 594 ആയിട്ടുണ്ട്. എന്തായാലും ഈ നടപടികൾ കൃത്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയുവാൻ. മാത്രമല്ല, ഈ ഇസ്രായേലിൽ നിന്ന് എത്തിച്ചത് ആദ്യം ഇവരെ കരമാർഗം തന്നെ ജോർദാനിലും ഈജിപ്തിലേക്കും എത്തിയിട്ട് അവിടെ നിന്നാണ് പ്രത്യേക വിമാനത്തിൽ ദില്ലിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടങ്ങളിലായിട്ട് ബാക്കിയുള്ള ഇന്ത്യക്കാരെയും സുരക്ഷിതമായി തന്നെ ഇന്ത്യയിലേക്ക് എത്തിക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള നടപടികൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. മാത്രമല്ല, ഈ ദില്ലിയിൽ എത്തിയതിനു ശേഷം തന്നെ നാട്ടിലേക്ക് പോകാൻ, ഈ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ നാട്ടിലേക്ക് എത്തിക്കുവാൻ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ PRDയും വളരെ ശ്രമകരമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവരെ നാട്ടിലെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കേരള ഹൗസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള ഇന്ത്യക്കാരും എത്തും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അജിംഷാദ്.